ആ രാവിലെ കല്യാണല്ലേ സുഖന്റെ മോളെ കല്യാണല്ലേ കല്യാണത്തിന് പോകാൻ മോശമല്ലേ 3 പെൺകുട്ടികളെ മൂപ്പര് കൂലിപ്പണി കിട്ടാണ്ട് ഇങ്ങനെ നിൽക്കുന്ന ആളല്ലേ ആൺകുട്ടികളൊന്നും ഇല്ലാതെ പോരെ നമുക്ക് കുറച്ച് പൈസ എന്തെങ്കിലും കൊടുക്കാൻ മോശമല്ലേ കല്യാണത്തിന് ഞാനും പോരുന്നുണ്ട്. പക്ഷെ പൈസ കൊടുത്താണ്ട് കല്യാണത്തിന് കൂടാൻ ആ ബുദ്ധിമുട്ടാണ് നടക്കൂല. നമ്മളോട് അധ്വാനിച്ചിട്ടുണ്ടെങ്കിൽ പൈസ നമുക്ക് കിട്ടില്ല. നമ്മൾ കല്യാണത്തിന് പൈസ ഉണ്ടെങ്കിൽ കല്യാണത്തോട് ആവശ്യമില്ലല്ലോ. ഒരു പൈസ ഇല്ലേ എല്ലാം കല്യാണം കഴിക്കണ്ട. പൈസ കൊടുത്താണ്ടുള്ള പരിപാടി നടക്കൂല. തിന്നാണ്ട് പോരല്ലാതെ ആരാ കാശ് കൊടുക്കണം. എന്താ രാമേട്ടോ കല്യാണം പോകാൻ പെൺകുട്ടികളുള്ള കല്യാണം പോകാനേ മോശമാണ്. 10 രൂപ കൊടുക്കാനും മോശമല്ലേ. ഇല്ല ഇങ്ങനെ കെട്ടിവെച്ച് എന്താ കാര്യം? കുറെ നിങ്ങളൊക്കെ പൈസ ഉള്ള ആൾക്കാരല്ലേ, നിങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ശരിയാ? പാവപ്പെട്ടൊരു കല്യാണം കഴിക്കുമ്പോൾ അങ്ങനെ തന്നെയല്ലേ. ഞാൻ ഉണ്ടാക്കുന്ന പൈസയെ എന്റെ കുട്ടികൾക്ക് ജീവിക്കലാണ്. അല്ല കണ്ണികൾ നാട്ടുകാർക്ക് കല്യാണം ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടു കൊടുക്കുന്ന പൈസ അല്ലേ. ഞാൻ തന്നെ അല്ലേ വെണ്ടയ്ക്ക ചേരിൻ്റെ അല്ലേ അല്ലെങ്കിൽ മുരിങ്ങയുടെ അടിച്ചാൽ ഞാൻ തിന്നുന്നുണ്ട്. നല്ല ഇറച്ചി ഞാൻ അതുവരെ തിന്നിട്ടില്ല. അതെന്താണ് നമ്മുടെ മക്കൾക്ക് സമ്പാദിച്ചുണ്ടാക്കുകയാണ്. രാമേട്ട നിങ്ങൾ ഇങ്ങനെ തിന്നാനും കുടിക്കാതൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം? നിങ്ങൾ മക്കൾ ഇങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ നോക്കും, നിങ്ങൾക്ക് വലിയ ഉറപ്പുണ്ടോ? നിങ്ങളിങ്ങനെ പിസ്കി ഉണ്ടാക്കിയാനൊന്നും ഒരു കാര്യമില്ല. കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തിന്നാനും കുടിക്കാനൊക്കെ പൂതി വരിക. അപ്പോൾ ഈ കൊളസ്ട്രോളും ഷുഗറൊക്കെ ഉണ്ടാക്കിയാണ്ടേ ഇങ്ങനെ തിന്നാനുള്ള പൂതി വരുമ്പോൾ അപ്പോൾ ഈ കൊല്ലും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അപ്പോഴാവും തിന്നാനുള്ള പൂതി. അപ്പോൾ നിങ്ങൾക്ക് മക്കളെ കൊണ്ടുവന്ന് തരില്ല. അങ്ങനെ ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾക്ക് പൈസ പറഞ്ഞാൽ പൈസ 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 തന്നെ വേണം. തിന്നിട്ടില്ലേലും വേണ്ടില്ല, പൈസ ഉണ്ടാക്കണം. നമുക്ക് പൈസ ഉണ്ടാക്കാൻ തിന്നാൻ തോന്നിയാൽ അപ്പം നമുക്ക് നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാവുമല്ലോ. അപ്പം നമുക്ക് തിന്നാലോ. പൈസ ഉണ്ടെങ്കിൽ ആൾക്കാർ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടാവും ചെയ്യും. മൊബൈലാ മറ്റേ സാധനം ഇവിടെ കിട്ടും. പിന്നെ നമുക്ക് എന്താ വേജാറുള്ള ഒരു വേജാറും ഇല്ല. അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. നിങ്ങൾ ആ ഷർട്ടും മുണ്ടും മാറ്റിയാണ്ടേ കല്യാണത്തിന് പോയി നിങ്ങൾ പഴയ സ്വഭാവങ്ങൾ നിർത്തൂല. ആ കല്യാണത്തിന് വേണം ഷർട്ടും മുണ്ടും മാറ്റാൻ നിൽക്കല്ലേ. അതിനൊന്നും ഇനിയിപ്പോൾ അതിന് മാറ്റ പൈസ അതിന് പൈസ എൻ്റെ അടുത്തില്ല. ഈ ചെറിയ കീറലേ ഉള്ളൂ, അതൊന്നും കുഴപ്പമില്ല. എന്നാലും ചോറ് അവിടെ നിന്ന് കിട്ടും. ഇത് നടക്കേ നിങ്ങള് പണ്ട് കാര്യമില്ല. നിങ്ങള് പഴയ സ്വഭാവം മാറ്റില്ല. നീ നമുക്ക് പോയി നോക്കാം. അല്ലെങ്കിൽ താമസം ചോറൊന്നും കിട്ടില്ല. ഞങ്ങൾക്ക് കഴിഞ്ഞിപ്പോ ചോറമ്മ കഴിക്കണേ. വേഗം പോവാ അങ്ങനെ പറഞ്ഞു പോവുക. പൈസ കൊടുക്കൂട്ടെ. പൈസ കൊടുക്കണ്ട, വണ്ടി കൊടുക്കില്ല. അല്ല രാമേട്ടാ എന്താ പറ്റിപ്പോ? സുഖമില്ലാന്ന് പറഞ്ഞിട്ടു നിങ്ങളാണ് മനുഷ്യന്റെ അവസ്ഥ എന്താ ചെയ്യാ? തീരെ വയ്യ. കൊറേ ദിവസമായിട്ട് ഇങ്ങനെ തടിക്കൊരു സുഖമില്ല. ഒന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, വെള്ളം കുടിക്കാനും പറ്റുന്നില്ല. എന്തൊക്കെയോ കഴിക്കാനുള്ള ആഗ്രഹമുണ്ട്, കഴിക്കാൻ പറ്റാണ്ട. കാശിനായിട്ട് എന്താ കാര്യം? പൈസ ഇഷ്ടം പോലെ ഉണ്ട്. വെറുതെ ഒരു കാര്യമില്ല. ഇറച്ചി കഴിക്കണം, മീൻ കഴിക്കണം എന്നൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ സാധിക്കുന്നില്ല. ഇവിടുന്ന് ഇറങ്ങാണ്ടേ. ഇങ്ങനെ നീച്ചിരിക്കാനൊക്കെ തോന്നുന്നുണ്ട്. നീക്കാനും വയ്യ. ഒരു ജാതി അസ്വസ്ഥതകളൊക്കെ ഉണ്ട്. അത് രാമേട്ടാ നമ്മള് ആരോഗ്യം ഉണ്ടാകുമ്പോ നമ്മൾ കഴിയണവരൊക്കെ തിന്നാ, ഇറച്ചോ മീൻ എന്തൊക്കെ തിന്നാ. കുറെ പൈസ കയ്യിൽ വെച്ചിട്ട് ഒരു കാര്യമില്ല. പൈസ ഉണ്ടാകുമ്പോ പൈസ കൊണ്ട് വാങ്ങി തിന്നാൻ പറ്റുന്നിടത്തൊക്കെ തിന്നാ. വയസ്സായി ഇങ്ങനെ കിടക്കുമ്പോ പൂവി ഉണ്ടാവുക. അപ്പൊ നമുക്ക് തിന്നാനും കഴിയില്ല. കുറെ പൈസ ഉണ്ടായാലും കാര്യമില്ല. അതെന്താണ് ഇപ്പൊ ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇറച്ചി മീനൊക്കെ തിന്നണമെങ്കിൽ ഇനിയിപ്പോ എന്താ ചെയ്യാ? ഞങ്ങൾക്ക് ഒന്നും കഴിയൂല. ആണ് ഞാൻ വാങ്ങി കൊണ്ടുവരാ. പക്ഷെ തിന്നാൻ കഴിയില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്റെ കുട്ടി കോഴിച്ച ഞാൻ കുറച്ചേരായി വന്നിട്ട്. കുറച്ചൊന്നും അച്ഛങ്ങനെ പറഞ്ഞപ്പോഴേ കുറച്ച് തരട്ടെ. കുറച്ച് നോക്കട്ടെ. ഇത്ര രസം ഉണ്ടോ കോഴിച്ചാറൊക്കെ? അപ്പൊ ഈ കോഴിന്റെ കഷ്ണം എത്ര രസം ഉണ്ടാവും? അപ്പൊ അതേ മറ്റേ അവനാന് തിന്നേണ്ട സമയത്ത് തിന്നിട്ടില്ലെങ്കിലേ പിന്നെ കുറെ കഴിഞ്ഞ് പൈസ ഉണ്ടാക്കാന്നുള്ള വിചാരത്തില് പൈസ ഉണ്ടാക്കുമ്പോ അപ്പൊ നമുക്ക് തടി കൊണ്ടും വയ്ക്കൂല, പല്ലുണ്ടാവൂല, ഷുഗർ കൊളസ്ട്രോൾ ഒക്കെ ഉണ്ടാവും. ഇതാണ് ദാസേട്ടാ ഞാൻ പറഞ്ഞത്. അന്ന് തന്നെ പറഞ്ഞ അച്ഛനോട് നിങ്ങൾക്ക് എന്താ കഴിക്കാള്? ഒരു മറ്റേ വെള്ളരിക്കച്ചാറ്, മറ്റേത് ഇലക്കറികള്, ഇതൊക്കെ ആൾക്കാർ പറഞ്ഞ് കുടുങ്ങിയെന്നു. നാട്ടിൽ പൈസ നല്ലോണ്ട്. ഇപ്പൊ കണ്ടില്ല അച്ഛനിപ്പോ കോഴിന്റെ കറി ഇപ്പോഴാ ഒന്ന് ടേസ്റ്റ് നോക്കണത്. എന്തൊക്കെയുണ്ട് ഇപ്പൊ നാട്ടിൽ തിന്നാനും. പൈസ ഇല്ലാത്ത ഒരു പ്രശ്നമില്ലല്ലോ. പൈസ ഉണ്ടായിട്ട് എന്താ കാര്യം? നമ്മളിത് പോകുമ്പോ കൊണ്ടുപോവോ? ആരെയും കൊണ്ടുപോവോ? അപ്പൊ അതാ പറഞ്ഞ ഒരു കാര്യമില്ല. നമ്മള് നയിച്ച പൈസ കൊണ്ട് നമുക്ക് ആരോഗ്യം ഉണ്ടാകുമ്പോ തിന്നാം. മക്കളൊക്കെ പിന്നെ ഞാൻ ഇരിക്കുന്ന ഇഷ്ടത്തിന് ഞാൻ നല്ലോണം കഴിക്കുന്നുണ്ട്. ഇനിയെങ്കിലും മനസ്സിലാക്കിയോണ്ട്. ഇനിയിപ്പോ എന്താ മനസ്സിലാക്കിയിട്ട് എന്താ കാര്യമുള്ളത്? ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. ഇപ്പോഴാണ് എനിക്ക് തോന്നിയത് മോനെ.